നല്ല ടേസ്റ്റോടു കൂടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഡാൽ കിച്ചടി. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഞാനിന്ന് ഡാൽ കിച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ബിരിയാണി അരി, ബസ്മതി അരി എടുത്തു. 1 ഗ്ലാസ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇനിയും 1/2 ഗ്ലാസ് തുവര ദാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മസൂർ ദാൽ ചേർത്ത് കൊടുക്കാം. മസൂർ ദാൽ എന്ന് പറയുമ്പം ചുവന്ന പരിപ്പില്ലേ അത്, അല്ലെങ്കിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പയറുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും എടുത്തില്ല, ഈ ഒരു പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മസൂർ ദാൽ അല്ലായിരുന്നെങ്കിൽ ഞാനതുകൂടി ചേർത്ത് കൊടുത്തേനെ. പിന്നെ അവനൊരു ഇഷ്ടത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം കഴുകി നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ കറി വെക്കാൻ മടിയുള്ളപ്പം ഈ ഒരു റെസിപ്പി മിക്കവാറും ഞാൻ തയ്യാറാക്കാറുണ്ട്. നല്ല തീരെ മടിയുള്ളപ്പം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമുക്ക് പരിപ്പ് അരി വേവിക്കുന്ന താമസമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അങ്ങനെ ഞാൻ അരിയെല്ലാം ഒന്ന് കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളുമൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കല്ലേ, എന്നാൽ കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ചൂടുവെള്ളം ചേർത്താൽ മതി. പക്ഷേ കൂടിപ്പോയാൽ അത് പിന്നെ നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ പറ്റത്തില്ല, കഞ്ഞി പോലെ ആയിപ്പം. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. ഞാനിവിടെ 1.5 ഗ്ലാസ് അരി പരിപ്പും കൂടി ചേർത്ത് 1.5 ഗ്ലാസ് എടുത്തതിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്, അതേ ഗ്ലാസ്സിൽ തന്നെ. പിന്നെ അതിലേക്ക് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം. ഇതുപോലെ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു 4 വിസിലടിച്ചു. അതിന് ശേഷമാണ് ഇതുപോലെ വെന്ത് വന്നത്. അധികം വെന്ത് പോയിട്ടില്ല, എന്നാൽ വേഗം ഇരുന്നിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് ഞാനിത് എടുത്ത് വയ്ക്കുന്നത്. നല്ലവണ്ണം വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ. ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് കടുകിട്ടില്ല, കടുക് വേണ്ട, നമുക്ക് ജീരകം മാത്രം ചേർത്ത് കൊടുത്തു. പിന്നെ ഈ ഒരു മുളക്, വറ്റൽ മുളക്, ഇത് പിരിയൻ മുളകാണ്. ഇത് എനിക്ക് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് ലാസ്റ്റിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ കുറേയേറെ ചേർത്തിട്ടുണ്ട്. ഒരു 4-5 എടുത്ത് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഇത് മുറിച്ച് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാനിത് അങ്ങനെയാണ് ഇട്ടത്. ഇനി ഇതൊന്ന് അതിൻ്റെ കൂടത്തേക്ക് ചെറിയല്ല സവാള ഉള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഉള്ളിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി മുളക് ഇതിൽ നിന്ന് എടുക്കുകയാണ്, കാരണം അത് ഇളക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ മുളകൊന്ന് മാറ്റി വെച്ചു. ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴന്ന് വരുമ്പം ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിലേക്ക് മുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് അല്ലെങ്കിൽ അരിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും കുഴപ്പമില്ല. എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതും അത് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴുമൊക്കെ തയ്യാറാക്കി കഴിക്കണം. എന്നും നമ്മൾ മലയാളികൾ ചോറും കപ്പയും മീനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ കഴിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഇതുപോലുള്ളത് തയ്യാറാക്കി കഴിക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം കായം ചേർത്ത് കൊടുത്തു. എൻ്റെ കയ്യിലെ കശ്മീരി മുളക് പൊടി ഇല്ലാഞ്ഞതുകൊണ്ട് അത് ചേർത്തില്ല. പിന്നെ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ അല്പം മാത്രം ചേർക്കുക, ഒത്തിരി ചേർക്കാതിരിക്കുക. ഇനി ഇതൊന്ന് നല്ലവണ്ണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഹോട്ടൽ സ്റ്റൈല് ഡാൽ കിച്ചടി കഴിക്കണമെങ്കിൽ അത് നമുക്ക് പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ. ഇതിവരുടെ ഈ ഒരു റെസിപ്പി, ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പം അവരത്
അതിനകത്ത് പല മെത്തേഡ് അവർക്ക് ഇതിനകത്ത് സ്മോക്കി ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ കൊയില വെച്ചിട്ട് അവരതിനകത്ത് ഇത് കയറ്റാറുണ്ട്. എന്താ പറയുന്നത്, പുക എന്നല്ലേ പറയുന്നത്? അതെ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രൈ ചെയ്യുന്ന തവ വെച്ചാണെങ്കിലും നമുക്കതിനകത്ത് പുക കയറ്റാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന്, അങ്ങനെയാണ് റെസ്റ്റോറൻറ്റുകാർ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സാധാ സിമ്പിൾ ഒക്കെയാണ്. ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ആകുമ്പം അതിനനുസരിച്ച് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് സോഫ്റ്റാക്കി എടുത്തത്. കുറച്ച് നേരം എടുക്കും. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച അരി, ദാൽ, പരിപ്പ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ചെറുതീയിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തെടുക്കാം. നമ്മുടെ മുളക് നമ്മൾ മാറ്റി വെച്ചത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കഞ്ഞി ആകാനും പാടില്ല, എന്നാൽ ഡ്രൈ ആയിരിക്കാനും പാടില്ല. എന്ന് പറഞ്ഞാൽ നല്ല ലൂസ് ആകാനും പാടില്ല, ഒത്തിരി ഡ്രൈ ആയിരിക്കാനും പാടില്ല. നല്ലൊരു പരുവമുണ്ട്. ആ പരുവത്തിന് മാത്രമേ ഇതിനകത്ത് വെള്ളം ചേർക്കാവൂ. ഈ ഒരു രീതിയിൽ ഇതുപോലെ നല്ലവണ്ണം എല്ലാം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്തു. അതൊക്കെ ഓപ്ഷണലാണ്. അവരുടെ കയ്യിലോ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കണമെന്നൊന്നും വലിയ നിർബന്ധമില്ല. പക്ഷേ ഈ മല്ലിയില ഉണ്ടല്ലോ, എനിക്ക് മുടിഞ്ഞ ഇഷ്ടമാണ് മല്ലിയില. അതുകൊണ്ട് ഞാൻ മല്ലിയില എവിടെ കണ്ടാലും കുറച്ചധികം വാരി വലിച്ചിടും. കറികൾക്കാണെങ്കിലും ഏത് സാധനത്തിനാണ്. അതുകൊണ്ട് ഞാൻ കുറേ മല്ലിയില ഇന്ന് തട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, എന്നാലും ഇതൊക്കെ ഇതിനകത്ത് പോയി കഴിയുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ മല്ലിയില, എനിക്കിഷ്ടമാണ്. പിന്നെ ഞാനിതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി സൂപ്പറാണ്. നാരങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ ദാൽ കിച്ചടി ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റോടുകൂടി കഴിക്കാം. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക, ടേസ്റ്റ് ഉണ്ടോ എന്നറിയിക്കുക. പിന്നെ നമ്മുടെ പപ്പടം, കേരള പപ്പടമായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് അതെടുത്തു. അല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ലിജിത് പപ്പടമാണ് എനിക്കിഷ്ടം. പക്ഷേ അതില്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ കേരള പപ്പടം എടുത്തു. പിന്നെ ഹിന്ദി സ്റ്റൈലിൽ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ അല്പം അച്ചാറും എടുത്തു. മാങ്ങ അച്ചാറായിരുന്നു വേണ്ടത്, ഇല്ലായിരുന്നത് കൊണ്ട്. അപ്പം ഇതുപോലുള്ള വീഡിയോയ്ക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.